നമുക്ക് ബത്തേരി നിന്ന് അമ്പലവയൽ പോകുന്ന വഴിക്ക് ആ റൂട്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ലാൻഡ് എത്തുന്നവരെ ഞാൻ റൂട്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയാം, നാഷണൽ ഹൈവേ എന്നല്ല, സ്റ്റേറ്റ് ഹൈവേ. ആ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് ഒരു 20 മീറ്റർ, ആ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 20 സെൻറ്റ് സ്ഥലം. അടിപൊളി പ്ലോട്ടാണ്. നമുക്ക് മറ്റേ ടൂറിസ്റ്റ് ഹോം ചെയ്യാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കാം, ഹോം സ്റ്റേ ചെയ്യാം, ചെറിയൊരു റിസോർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടക്കൽ കേവ് ഒക്കെ വളരെ അടുത്താണ്. എടക്കൽ കേവ് അടുത്താണ്. പിന്നെ ഒരു ഗോവിന്ദമൂലച്ചിറ എന്ന് പറയുന്ന ഒരു ചിറയുണ്ട്, അത് തൊട്ടടുത്താണ്. നമ്മൾ ഈ ലാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഒരു ചാൻസ് വിലയാണ്. സെൻറ്റിന് അവർ 2.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം ഒരു ചാൻസ് വിലയാണ്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ബത്തേരി ടൗണിൽ നിന്ന് നമ്മൾ അമ്പലവയലേക്ക് പോവാണ്. അതായത് ബത്തേരി ടൗണിൽ നിന്ന് മണിച്ചിറ വഴി അമ്പൂത്തി വഴി അമ്പലവയലേക്ക് ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊരു 4-5 കിലോമീറ്റർ പോകുന്നു. നമ്മൾ അമ്പൂത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. നമ്മൾ ഈ മെയിൻ റോഡില്ലേ, ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു 20.25 സെൻറ്റ് സ്ഥലമുണ്ട്. ബട്ട് ഒരുപാട് റിസോർട്ടുകൾ. കാരണം ഇവിടുന്ന് നമ്മൾ ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്പലവയലായി, എടക്കൽ കേവായി. ഇവിടെ തന്നെ ഒരു ഗോവിന്ദമൂലച്ചിറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഗോവിന്ദമൂലച്ചിറ. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഏരിയകളാണ്. നമ്മൾ ആദ്യത്തെ എടക്കലാണ്, അത് കഴിഞ്ഞ് പിന്നെ അമ്പലവയൽ. പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് അമ്പൂത്തി മലേൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാം. എൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഇത് അമ്പൂത്തി മല കേട്ടോ. അതായത് എടക്കൽ കേവിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡ് വരും. അപ്പോൾ ഈ വഴിയിൽ ഒരു 20 സെൻറ്റ് ഈ കയറ്റം കയറി കഴിഞ്ഞാൽ തന്നെ ഈ മെയിൻ റോഡിൽ, ഇത് ബസ് റൂട്ട് കേട്ടോ, 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിലും ബസ്സുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ആണ്. നമുക്ക് വീട് വെക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ഹോം സ്റ്റേ വില്ലാസൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഹോം സ്റ്റേ, വലിയ റിസോർട്ടുകൾ, അങ്ങനെയൊക്കെ ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലാൻഡ് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മളെ ലാൻഡ് വരുന്നത്. അമ്പൂത്തി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഈ വയനാട് പരിചയമുള്ളവർക്കൊക്കെ ഏരിയ മനസ്സിലാവും. അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ ആണ്, എന്നാൽ കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 20 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ലാൻഡ്. പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് 2 സൈഡ് റോഡുണ്ട്, താഴെ റോഡുണ്ട്, 3 സൈഡ് റോഡുണ്ട്. നമ്മൾ ലാൻഡിനോട് ചേർന്നിട്ടാണ് ഞാൻ വണ്ടി ഇട്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് എടുത്തു തരാം. നമ്മളിപ്പോൾ റോഡിലാണുള്ളത്. നമ്മൾ വരുന്ന വഴി ഇതാണ് ലാൻഡ് കേട്ടോ. നിരന്ന ലാൻഡാണ്, പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. അത്യാവശ്യം ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ആ ലാൻഡ് സൈഡ്. ഇതിങ്ങനെ 2 കട്ടിങ് ആയിട്ട് കേട്ടോ കിടക്കുന്നത്. ഇതൊരു കട്ടിങ്, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കട്ടിങ്. 2 കട്ടിങ് ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് രണ്ട് പോർഷൻ ആക്കിയിട്ട് ഉപയോഗിക്കാം ലാൻഡ്. ഇതൊരു പോർഷനാണ്, താഴത്തെ ഒരു പോർഷൻ. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ താഴെ നിന്ന് ചെയ്തെടുത്താൽ മതി. ഇതാണ് ഈ സൈഡിലുള്ള റോഡ്. താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി എടുത്തു തരാം. ഇതാണ് താഴോട്ട് പോകുന്ന റോഡ്. ഇതും നല്ല വീതിയുള്ള റോഡാട്ടോ. 3 സൈഡ് റോഡ് വരുന്നുണ്ട്. ഇവരെന്തൊരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 2 പോർഷനാക്കിയാണ്.
ഇതാണ് തൊട്ട് താഴത്തെ പോർഷൻ. ചെറിയൊരു കെട്ട് അവർ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പൊളിച്ചളയാം. ഈ തെങ്ങൊക്കെ ഇതിലുള്ള കേട്ടോ. ഈ തെങ്ങ്, ആ മേലത്തെ തെങ്ങ്, കിണറുണ്ട്. നല്ല രസമുള്ള ഏരിയ കേട്ടോ. അടിപൊളി ഏരിയ ആണ്. ഇത് താഴെ ഒരു 10 സെൻറ്റും മേലെ ഒരു 10 സെൻറ്റും അങ്ങനെയാണ് കിടക്കുന്നത്. കിണറിൽ വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വെള്ളമുണ്ട്, പക്ഷെ നല്ല താഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ കിണറിനെ പറ്റി ചിന്തിക്കണ്ട. കറണ്ട് സൗകര്യമൊക്കെ പോസ്റ്റൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾ. താഴെ റോഡും കൂടെ ഉണ്ട് കേട്ടോ. ഈ റോഡ് ചേർന്നാണ് നമ്മൾ അതിര് വരുന്നത്. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്.